എടി രേഷ്മ, എന്താ ഇന്നെന്താ ഉപദേശം? എടി എന്തിനാ ആർത്തിയെന്നു? എടി എനിക്ക് പണമുണ്ട്, പക്ഷെ എനിക്ക് പണത്തിന്റെ പുറത്ത് കിടന്ന് ഉറങ്ങണ വഴി. എനിക്ക് ഇനിയും പണം വേണം. പണം കിട്ടാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. എന്തെല്ലാം സാധനം ഇവിടെ വെക്കാൻ പറ്റുമോ, കുബേർ കുഞ്ചി അങ്ങനെ എന്ത് സാധനം ഞാൻ വെക്കും. എനിക്ക് പണം വേണം, പണം വേണം, പണം വേണം. ഉപദേശിക്കാതെ വെച്ചിട്ട് പൊടി. അവിടെ ഒരു ഉപദേശം. ഇതിനാ പണമെന്ന് പുഴുങ്ങി തിന്നാൻ. ഹലോ, നമസ്കാരം. നമസ്കാരം, നമസ്കാരം. എന്നാലും എന്റെ അസ്ട്രോളജർ എന്താ താൻ വൈകിയത്? എനിക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാറില്ല, ഇവിടെ മാത്രം വന്നോണ്ട് കാര്യമുണ്ടാ? വേറെ കസ്റ്റമർ ഒക്കെ ഉണ്ട്. കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആര് തരുന്നതിനേക്കാളും 10 പൈസ കൂടുതൽ ഞാനല്ലേ തരുന്നേ. അപ്പൊ ആദ്യം പരിഗണിക്കേണ്ട ആള് ഞാനല്ലേ? പിന്നെ അത് കറക്റ്റ് കാര്യമാണ് ചേച്ചി പറഞ്ഞത്. പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം എനിക്കൊരു നക്ഷത്രാമെ കൊണ്ട് തന്നായിരുന്നല്ലോ. ഞാനത് അക്വരത്തിലിട്ടപ്പോ എന്നെ നക്ഷത്രം ഒന്നും ഇപ്പൊ കാണാനില്ലല്ലോ. എന്റെ പെയിന്റ് ഇളകി പോയി കാണും. അതിന്റെ ഈ നക്ഷത്രം ഇളകി പോകുന്ന കൂട്ടത്തിൽ ചേച്ചിയുടെ പെയിൻ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു. എന്റെ പെയിൻ വെള്ളിമുങ്ങ എവിടെ? വെള്ളിമുങ്ങ എവിടെ? തീർന്നിരിക്കേ. എന്താ? സിൽവർ പഞ്ച് അടിക്കും. സിൽവർ പഞ്ച് അടിക്കുന്നു. വെള്ളിമുങ്ങ കിട്ടിക്കഴിഞ്ഞാ സിൽവർ അടിച്ചിരിക്കും. ആണോ? ഉറപ്പാണോ? എനിക്ക് വെള്ളിമുങ്ങ വേണം. പിന്നെ ഇരുതലമുരിയോ? ഓയ്യോ, അതിന്റെ കാര്യം ഒന്നും പറയാതിരിക്കേ ഭേദം. ഒരു അനുസരണ ഇല്ലാത്ത ജീവിയാണെന്ന്. ഇരുതലമുരിയോ? 2 തലയുണ്ടെന്നുള്ള ഒരു അഹങ്കാരമാണ് ഈ സാധനത്തിന്. വന്ദേ ഭാരത് പോലെയാണ്. അവിടെ ഇവിടെ തലയല്ലേ, ആശ കുമി കൂടും. 4 വശത്തുനിന്നാ പൈസ. എനിക്ക് വേണം, എനിക്ക് ഇരുതലമുരിയെ വേണം. എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ചെല്ലുമ്പോളേ ഇതിന്റെ ഒരു തല നേരെ വടക്കോട്ട്, ഒരു തല നേരെ തെക്കോട്ട്. എന്ത് ചെയ്യാനാ? അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കൊത്തിയാണ്. ഇതിന്റെ ഇടക്കൊണ്ട് ഞാൻ തലയിട്ട് കഴിഞ്ഞ് എനിക്കിട്ട് കൊത്തു കിട്ടും. ഞാൻ അനുസരണയോട് പിടിച്ചവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്ന് തരാം. പക്ഷെ കൊണ്ടുവന്ന സാധനം എന്താ? മണിപ്ലാന്റ് ഞാൻ രാവിലെ കൊണ്ടുവന്ന് വെച്ചല്ലേ ഇവിടെ. എവിടെ കൊണ്ടുവച്ചെന്ന്? ഞാൻ രാവിലെ ഇവിടെ മണിപ്ലാന്റ് രാവിലെ കൊണ്ടുവന്ന് വെച്ചാൽ ചേച്ചി. ഞാൻ ഇവിടെ രാവിലെ മണിപ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചെന്നേ. എവിടെ വെച്ചോ മണിപ്ലാന്റ്? അതെ, ഇതാണ് മണിപ്ലാന്റ്. ഇതെന്താ ഇങ്ങനെ? എങ്ങനെ ഞാനങ്ങ് തിന്നടോ, തിന്ന്. ചേച്ചി ഇതിന്റെ ഇല ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ചേച്ചി നിന്ന് കഴിഞ്ഞാൽ പൈസ വരില്ല. ഇത് ഈ ഇല ഇതുമേ നിന്നെങ്കിലേ പൈസ വരുള്ളൂ. ഞാൻ എങ്ങനെ പറയണം? ഞാൻ തിന്നില്ല. ഈ ആട് തിന്നതായിരിക്കും. ആടുതോമ്മയുടെ ആടാടാ. അത് ആ മണിപ്ലാന്റിന്റെ ഇല മൊത്തം തിന്നു. അയ്യോ, ഇനി എനിക്ക് പൈസ കിട്ടത്തില്ല. എന്റെ ദൈവമേ. ആടുതോമേ. സ്ഫോടിക സിനിമ ഇറങ്ങിയത് പിന്നെ അവൻ ആടുതോമയാന്ന് പറഞ്ഞോണ്ട് നടക്കുവാ. ആടുതോമെന്ന് വിളിച്ചപ്പോ അറിയാതെ ഫിഗർ വന്നു പോയതാ. കറക്റ്റ് ആയിരുന്നു. എന്താ വിളിച്ചത്? നമ്മ തമ്മിൽ ഉടക്കാണ്. പറയാൻ പറ്റല്ലേ? പക്ഷെ കാര്യം ഞാൻ പറയും. എന്ത് കാര്യം? എന്റെ മണിപ്ലാന്റിന്റെ ഇലേ തന്റെ ആട് തിന്നിടൂ. അതെ, മണിപ്ലാന്റ്. മണിപ്ലാന്റ്. പിന്നെ ആടിന്റെ മുമ്പിൽ കൊണ്ട് തീറ്റ വെച്ച് കൊടുത്ത പിന്നെ ആട് തിന്നൂല്ലേ? അതിന് മണിപ്ലാന്റ് ആണോ എവറസ്റ്റ് കൊടുമുടിയാണോ അതിനറിയാമോ? നടക്കാൻ നിനക്ക് നാണം ഉണ്ടോ? ഞാനേ ആടിനെ ചങ്കിനോട് ചേർത്ത് വെക്കുന്ന ആളാണ്. ആടിനെ ചങ്കിനോട് ചേർത്ത് വെക്കുന്ന ആളാണ് ഞാൻ. മനസ്സിലായോ? ഇപ്പൊ ഇതിനൊരു സമാധാനം താൻ ഉണ്ടാക്കാം. ഈ ചേച്ചിക്ക് എത്ര രൂപ കിട്ടേണ്ടതാണെന്ന് അറിയാവോ? 1.5 ലക്ഷം രൂപ ഞാൻ റൊക്കം എണ്ണി കൊടുത്ത് മേടിച്ച മണിപ്ലാന്റ് ആണ്. 2 ലക്ഷം തരേണ്ടതാണ്. ഞാൻ 50 കുറച്ചതാണ്. അത് പാവ അസ്ട്രോളജർ. 1.5 ആയാലും 2 ആയാലും ആടിന്റെ മുമ്പിൽ കൊണ്ട് വെച്ച് കൊടുത്താൽ അത് തിന്നും. അത് തീറ്റയാണെന്ന്. അതിന് മണി പ്ലാന്റ് ആണെന്നൊന്നും അതിന് അറിഞ്ഞുകൂടാ. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നഷ്ടപരിഹാരം തന്നേ പറ്റൂ. നഷ്ടപരിഹാരം തന്നേ പറ്റൂ. നമ്മൾ അയൽവക്കാരാണെങ്കിൽ വഴക്കിനും വക്കാണത്തിനും ഒന്നും ഇല്ലേ? ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ചോക്ലേറ്റ് സന്തോഷപൂർവ്വം ഹാപ്പി ബർത്ത്ഡേ. എടാ, നീ എന്തിനാടാ ഇങ്ങനെ ആവശ്യമില്ലാത്ത തീറ്റയൊക്കെ തിന്നണത്? എന്താ പൊന്നെ കേട്ടോ, അവന്റെ ഇരിപ്പ് ബാറ്ററിന്ന് വിട്ടുപോയി. എന്നെ മണിപ്ലാന്റിന്റെ അല്ല ആട് തിന്നു. പൈസ താ. 1 മിനിറ്റ്. ഞാനിപ്പോ തന്ന ചോക്ലേറ്റ് ഒന്ന് തന്നേക്കൂ. ഞാനിപ്പോ തന്ന ആ ചോക്ലേറ്റ് ഇല്ലേ, അത് തന്നേക്കൂ ഇങ്ങോട്ട്. ഞാൻ തിന്നു. അതെന്തിനാ തിന്നത്? അല്ല, ഞാൻ എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാലേ ഉള്ളൂ. അതിന് തിന്നാൻ ഞാൻ പറഞ്ഞു. അല്ല, കൈ തരുമ്പോ അത് തിന്നാനുള്ള സാധനമല്ലേ, നമ്മൾ തിന്നു പോവില്ല. അത് തന്നെ ഈ ആടും കാണിച്ചു. അതിന്റെ മുമ്പിൽ കൊണ്ട് തീറ്റ വെച്ച് കൊടുത്താൽ അത് തിന്നും. അതിനപ്പുറത്തേക്കൊന്നും ഇത് കാണിച്ചിട്ടില്ല. മനസ്സിലായോ? നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത എന്റെ നേരെ രാവിലെ വഴക്കിന് വരല്ലേ? ന്യായം പറഞ്ഞു വരുവാണോ? എനിക്ക് പൈസ താടോ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വേണ്ടിയില്ല, നിങ്ങൾ ഇത് ഇവർക്ക് പൈസ കൊടുത്തേ പറ്റുള്ളൂ. നിങ്ങളൊന്നും ചുമ്മാ പിന്നെ ഇല നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഇവർക്ക് ഭാഗ്യം മൊത്തം. ആ ഒരു കാര്യം പറഞ്ഞാൽ കേട്ടോ, ഇത് ഞാൻ ചേച്ചിക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്ന് വെച്ചതാണ്. ഹലോ, അയ്യോ, എപ്പോ? ദൈവമേ, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റില്ല. 1 ലക്ഷം രൂപ. കുറഞ്ഞ പ്രൈസ് ആണെന്നാലും കുഴപ്പമില്ല. 1 ലക്ഷം രൂപ അടിച്ചല്ലേ ലോട്ടറി. നന്നായി. ഞാൻ അങ്ങോട്ട് വരാം.
എന്തോ അടിച്ചെന്ന്? എനിക്ക് 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെന്ന് ഇപ്പൊ കടക്കാരൻ വിളിച്ചു പറഞ്ഞു. ലോട്ടറി ടാക്സ് എത്ര കിട്ടും? 65. എന്റെ ദൈവമേ, 60,000 രൂപ. നക്കാപ്പിച്ച പൈസ ഇല്ലാത്തവന് 60,000 രൂപ കിട്ടുമെന്ന്. അയ്യോ, എന്റെ മണി പ്ലാന്റിന്റെ ആട് തിന്നുകൊണ്ടല്ലോടോ ഇത് കിട്ടിയത്. അയ്യോ, എന്റെ മണി പ്ലാന്റ് എന്ത് ചെയ്യും? താൻ പറ. നമുക്ക് എങ്ങനെയെങ്കിലും ആടിനെ നമ്മുടെ കയ്യിലാക്കണം. ആടിനെ കിട്ടിയാലോ ഓക്കെ ആവോ? വർക്ക് ചെയ്യ്, ആടിനെ കയ്യിലാക്കണം. എങ്ങനെ ആടിനെ കയ്യിലാക്കും? ഞാൻ ചോദിക്കട്ടെ. എത്ര രൂപ വേണം തരാൻ പറ. എത്ര രൂപ? തോമാ, എന്താണ് നല്ല ആടല്ലേ? ക്യൂട്ട്. ആടെന്ന് പറയാ എന്റെ ചങ്കാണ്. അതെ, അതിലാൾക്കാർ ആരും പിടിക്കാൻ പറഞ്ഞ. ഈ ചങ്കിനെ എനിക്ക് തരുവോ? എന്തിന്? എനിക്ക് വളർത്താൻ ആട്. ഇല്ല കൊടുക്കൂല, ആടിനെ കൊടുക്കൂല. താനേ തോമ? ഇല്ലെന്ന് ആടിനെ കൊടുക്കൂല, എനിക്ക് ഇഷ്ടമല്ല ആടിനെ കൊടുക്കണത്. തോമ എത്ര വില പറഞ്ഞാലും എനിക്ക് ആടിനെ താ തോമ. 1 ലക്ഷം രൂപ എന്നാ എന്റെ ആടിനെ തരാം. അതെന്തൊരു വിലയാടോ? ഒരു ആടിന് 1 ലക്ഷം രൂപയോ? ഞാൻ പറയണ വിലയെന്ന് 10 ലക്ഷമാണ് വന്ന് കയറാൻ പോണത്. തന്റെ ഗൂഗിൾ പേ നമ്പർ അത് തന്നെയാണോ? തന്റെ ഗൂഗിൾ പേ? എന്റെ നമ്പർ അത് തന്നെ. എന്റെ നമ്പർ കയ്യിലുണ്ടോ? തന്റെ പല നമ്പറും എനിക്ക് അറിയാലോ. അല്ല, ഞാൻ ചോദിച്ചത്. എടോ, ഒരു 50,000 വെച്ച് ഞാൻ അയച്ചിട്ടുണ്ടേ. വന്നിട്ട് വന്ന് നോക്ക്. ആടിനെത്താ? 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 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ ആടിനെ തരുകയാണ്. പൊന്നുപോലെ വളർത്തിക്കോളാം. പോകാതെ കരിയിലക്കാറ്റേ എങ്ങും പോകാതെ ഇളവയിൽ തുമ്പി പോകാതെ നമ്പലക്കിളിയേ ദൂരെ ഒരു ഉമ്മ കൊടുത്തോന്ന് ലക്ഷങ്ങൾ വന്നതാണല്ലേ. അതിനൊന്നും പറ്റാതെ സൂക്ഷിച്ച് നോക്കിക്കോളാം. ഞാൻ നോക്കിക്കോളാം. സംഭവമാക്കിയേ. ഇനിയിപ്പോ എനിക്ക് 10 ലക്ഷം രൂപ എത്ര വേണേലും വരുമല്ലോ. ഹലോ, എന്നാ മാവാ? പിന്നെ ഒന്ന് ചുമ്മാ പറഞ്ഞ് മോഹിപ്പിക്കുക. പിന്നെ ഹൈവേസ് ആയിട്ടുള്ള 30 സെന്റ് എന്റെ പേരിൽ എഴുതി തരാൻ പോണെന്നോ? പിന്നെ അത് അനിയന് കൊടുക്കുന്നല്ലേ പറഞ്ഞേ? എനിക്ക് തരുമെന്നോ? എന്റെ പേരിൽ എഴുതി തരുമെന്നോ? എന്റെ പൊന്നെ, ഞാൻ അങ്ങ് പൊളിയുവാണല്ലോ. ഓക്കെ മാവാ, ഓക്കെ. എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ. ആടിനെ എനിക്ക് കിട്ടിട്ടോ. അമ്മാവനെ ഹൈവേസിൽ 30 സെന്റ് സ്ഥലമുണ്ട്, അത് എനിക്ക് എഴുതി തരാന്ന്. എന്ത് കഷ്ടമാണെന്ന് പറ. താൻ എന്തൊക്കെയോടെ പറഞ്ഞ? ആടിനെ ഇങ്ങോട്ട് കിട്ടിക്കണേ എനിക്ക് ഭാഗ്യം വരുമെന്നില്ലേ? പിന്നെ തോമയ്ക്കല്ലോ ഭാഗ്യം വന്നേ. എന്താണോ കാര്യം? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആടിനെ നമുക്ക് പുള്ളി തന്ന്. ഈ ആടാണല്ലോ ഈ ഇല തിന്നത്. ഇല തിന്നിട്ട് ഈ ഇലയുടെ കാഷ്ടം ഉണ്ടല്ലോ, ഈ ആടിട്ടിരിക്കണ കാഷ്ടം, അതപ്പുറത്തല്ലേ കിടക്കുന്നത്. കിടക്കണ് ഈ കാഷ്ടം എന്ത് വില കൊടുത്തും മേടിക്കണം. ആട് മാത്രം കിട്ടിയിട്ട് ഞങ്ങൾക്ക് കാര്യമില്ല. ആട് മാത്രം കിട്ടി ഞങ്ങൾക്ക് ഭാഗ്യം വരില്ലേ? അല്ല, ഞാൻ പറഞ്ഞോളാം. ഞാൻ നയത്തിന് ചോദിച്ചോ. തോമ, കാഷ്ടം തരുവോ? തോമ, തോൽവിയാണ്. അല്ല, ആടിന്റെ കാഷ്ടം എനിക്ക് തരുവോ? എന്ത് വില ഞാൻ തരാം. ആടിന്റെ കാഷ്ടം ആടിനെ തന്നല്ലോ 1 ലക്ഷം രൂപ. കാശം തരേണ്ട കാര്യമുണ്ടോ? അല്ല, ആട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന കാഷ്ടം ഒന്ന് തരുവോ പ്ലീസ്? ആണോടാ? ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ആട് കാഷ്ടം. എടാ, നീ നിന്റെ കാഷ്ടം മിസ് ചെയ്യുന്നുണ്ടോ? പറ. ആടിന്റെ കാഷ്ടമൊക്കെ തന്നെ നല്ല വില തന്നെ. അങ്ങ് തരൂല. നല്ല വിലയോ? എത്ര രൂപ വേണമെന്ന് പറ തോമ, ഞാൻ തരാം. കടല എണ്ണി തന്നെ പോലെ തരുവുള്ളൂ ഈ സാധനം. ഓരോ പീസിനും കാശാണ്. മൊത്തം 58 പീസുണ്ട്. എണ്ണിക്കഴിഞ്ഞോ? അതിന്റെ ഒരെണ്ണം ഒടിഞ്ഞിട്ടുണ്ട്. അത് സാരമില്ല. ഒരെണ്ണം ഒടിഞ്ഞിട്ടുണ്ട്. രണ്ടായിട്ട് കൂട്ടിക്കും. അപ്പം 10-100 കാണും. ഒരു ഒറ്റ വിലതാ. 100 10,000. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേ. എത്ര ഉണ്ട്? 100 കൂട്ടിക്കും. 100 കൂട്ടി 10,000 രൂപ ഇട്ടേക്കാം. അത് തന്നെയല്ലേ ഗൂഗിൾ പേ നമ്പറേ? അത് തന്നെ. 10,000 രൂപ ഇട്ടിട്ടുണ്ട്. പിടിച്ചേ. കൊടുക്കാൻ തോന്നുന്നില്ല നിന്നെ. പോകാതെ കരിയിലക്കാറ്റേ എങ്ങും പോകാതെ ഇളവയിൽ തുമ്പി തന്നേക്ക്. ചിരിച്ചോണ്ടതാ. എന്താ ചെയ്യണം? ഒരു ഉമ്മ കൊടുത്തേ. അയ്യേ, ഇതിനോ? കാശല്ലേ വന്ന് കയറണത്. നിന്റെ കാഷ്ടം ഇവിടെ തന്നെ കിടക്കട്ടെ. ഈ ഫോൺ എപ്പോഴും വൈബ്രേറ്റാ. എന്താണ് പറ? എന്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞോ? 2 പവന്റെ മാലയോ? അയ്യോ ചേച്ചി വേണ്ട, എനിക്ക് സ്വർണത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. വേണ്ട. നിർബന്ധാണ്, കൊണ്ടുവാ. ഞാൻ ഇവിടെ ഉണ്ട്. വാ, ചോക്ലേറ്റും തരാം. വാ, ശരി. എന്താ തോമ? ഒന്നുമില്ലെന്നേ. എന്തോ ഉണ്ട്. ആയിരുന്നല്ലോ ഇന്ന്. എന്റെ ചേച്ചി 2 പവന്റെ മാല മേടിച്ചു തരാന്ന്. ആടിനെ മേടിച്ച് കാഷ്ടം മേടിച്ച് പിന്നെ ഭാഗ്യം തോമയ്ക്ക്. അതെന്താ? ഞാൻ ചോദിക്കാം. ഹലോ, ഇതെങ്ങനെ ചേട്ടാ പെട്ടെന്ന് നിങ്ങൾ ഈ ലക്ഷം? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു തരുമില്ല മോനെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ തോമ? അതെന്താന്നറിയാമോ? എന്താ ഒരു കാര്യം വേട്ടെ.
നിങ്ങൾക്ക് ഇപ്പൊ മണി പ്ലാന്റ് നഷ്ടപ്പെട്ടപ്പോ പണം നഷ്ടപ്പെട്ടു. അതെ. ഒന്നാമത്തെ കാര്യം ഇല തിന്നത് ആട്. ആട് കഴിച്ചപ്പോ അതിന്റെ കാഷ്ടം വന്നു. ഇല തിന്നുകൊണ്ട് അത് നിങ്ങൾ മേടിച്ചു. പക്ഷെ ഇതിന്റെ ഓണർ ആരാ? തോമ ആണല്ലോ. എടോ ബുദ്ധിയില്ലാത്തവനെ, അതല്ലേ ചോദിക്കണ്ടേ? ആദ്യം മേടിക്കേണ്ട തോമയായിരുന്നു. തോമയല്ലേ ഓണർ. അന്ന് തോമാൻ ഇങ്ങോട്ട് അങ്ങോട്ട് മേടിക്കാൻ നീ ഒരു പ്ലാൻ എനിക്ക് പറഞ്ഞതാ. ഒരു കാര്യം ചെയ്യ്, തോമാനെ സ്നേഹിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോവാ. അത് നീ എനിക്ക് പറഞ്ഞു തന്നാലല്ലേ എനിക്ക് ചെന്ന് പറയാൻ പറ്റൂ. ലൈനടി ഇഷ്ടപ്പെടുക. ഒന്ന് വെച്ചാ രണ്ട്. തോമേ, എനിക്ക് കണ്ട കാലം മുതല് തോമെ ഭയങ്കര ഇഷ്ടമാ. തോമ തോമ എനിക്കൊരു കൂട്ടായിട്ട് എന്റെ ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് വരുവോ തോമ? നമ്മളിവിടെ ഇങ്ങനെ സാധാരണക്കാരന് ഒരു ആട്ടിടനായിട്ട് ജീവിച്ചോളാം. തോമ ആലോചിച്ച് നോക്കണം. തോമയുടെ ആടിനെ ഞാൻ എടുത്ത്, കാഷ്ടം ഞാൻ എടുത്ത്, ഇനിയിപ്പൊ തോമോട് എന്റെ കൂടെ വാ തോമ. തോമ അങ്ങനെ അങ്ങനെ വർക്കാവുള്ളൂ. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ? പാടില്ല നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. പൊന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടന്നു കൊണ്ടുപോകൂ. മൊത്തം കയ്യിൽ നിന്ന് കളഞ്ഞേച്ച് നീ കിടന്നു സൈൻ ചെയ്യണം. തോമ, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നു മുതൽ ഞാൻ തോമയുടെ, തോമ എന്റേതും. നടക്കണ കേസല്ല. തോമ എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ തോമയ്ക്ക് എത്തി തരാം. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ ഞാൻ ചിലപ്പോ നോക്കിന്നിരിക്കും. എന്നാ തോമ എന്റെ കൂടെ ഇന്ന് മുതൽ ഉണ്ടാവും. എന്നാ പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് നമ്മുടെ കല്യാണം നടത്തണേ. ഞാൻ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തട്ടെ. ഞാനേ അനാഥാലയത്തിൽ കൊണ്ടാക്കി അച്ഛനോടും അമ്മയോടും ഒക്കെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് സമാധാനമായി. ഞാൻ ആദ്യം ചോദിച്ചു, ഇത് എങ്ങനെ പെട്ടെന്ന് ഈ ലക്ഷപ്രഭു ആയി? നിങ്ങൾ ഭാഗ്യവാനായി, എങ്ങനെ ആയി? എടാ ഇതൊന്നുമില്ല ഇതിലൊന്നും. നമ്മള് വിളിക്കുമ്പോ നുണ പറയാൻ ഒരു കൂട്ടുകാരൻ വേണം, പിന്നെ ഒരാട്, പിന്നെ ഇതുപോലെ തലക്കോളം പോയ പണത്തിനോട് കൊതിയുള്ള ഒരു പെണ്ണ്. ഇതുണ്ടെങ്കിൽ നമ്മൾ ആരും കോടീശ്വരനാടാ.